നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് വെള്ളക്കടല കൊണ്ട് രുചികരമായിട്ടുള്ളൊരു കറി ഉണ്ടാക്കിയല്ലോ നമുക്ക്. അതിനായിട്ട് 8 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച വെള്ളക്കടല കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ്: 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു വലിയ തക്കാളി വേറെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കടല ഇവിടെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വെന്ത് കിട്ടിയാലാണ് ഈ കടലയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നല്ല രീതിയിലൂടെ വെന്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യമായിട്ട് ചൂടായാൻ നമ്മൾ ഇടാൻ പോകുന്നത് ജീരകമാണ്, ചെറിയ ജീരകം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടതിന് ശേഷം ഒരു 30 സെക്കൻഡ് നേരം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഏറിയാൽ ഒരു 5-6 മിനിറ്റ് വഴറ്റേണ്ടി വരും. ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ എടുത്തു വെച്ച തക്കാളി മിക്സിയിൽ അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് കേട്ടോ. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് നല്ല രീതിയിൽ പച്ചമണം പോകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറിയ തീയിലിട്ട് നല്ല രീതിയിൽ വഴറ്റാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ തക്കാളി അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മസാലപ്പൊടികൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല രീതിയിൽ വഴറ്റിയാലാണ് ഈ കടലക്കറിക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളൊരു 5-6 മിനിറ്റ് വഴറ്റേണ്ടി വരും. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഞാൻ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ഈ സമയത്ത്. ഇനി നമുക്ക് വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ കുറച്ച് കടല അവിടെ മാറ്റി വെച്ചിട്ട് മിക്സിയിൽ അടിച്ച് ചേർത്തിട്ടുണ്ട്. അതും ഞാൻ ഇതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അത് നമ്മുടെ കറിക്കൊരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സ്വല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. കാരണം ഈ മസാല ഇതൊന്ന് പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ 5 മിനിറ്റ് ശേഷം ഞാനിവിടെ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കടലക്കറി അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ നേരം അടച്ചു വയ്ക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതെടുത്ത് സെർവ് ചെയ്യാം കേട്ടോ. സുന്ദരമായിട്ടുള്ള വെള്ളക്കടലക്കറി ഇവിടെ റെഡിയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.